എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നെല്ലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മുരളി നെല്ലനാടിന്റെ ചാക്കോയും മേരിയും 54-ാം അധ്യായത്തിലേക്ക്. അവതരണം രാജീവ് വെഞ്ഞാറമൂട്. മണിയപ്പ വാതിലിൽ അടിച്ച് മേരി അലറിക്കരഞ്ഞു. മേരിയെ, എന്നതാ എന്നതാ? ചാക്കോ ഭയചകിതനായി വിളിച്ചു ചോദിച്ചു. അവൾ ഓടി അവന്റെ അടുത്ത് വന്നു. നമ്മളെ അയാൾ അകത്തിട്ട് പൂട്ടി ചാക്കോച്ച. മണിയപ്പ വിളിച്ചോണ്ട് വന്ന് നമ്മളെ ചതിച്ചതാ. പേടിച്ചു വിറച്ചു നിന്ന മണിച്ചാമിയുടെ നേരെ മേരി കുതിച്ചു ചെന്നു. എന്തിനാ മണിയപ്പ ഞങ്ങളോട് ഇത് ചെയ്തേ? പുതിയ ഡ്രസ്സ് വാങ്ങി തന്ന് ഞങ്ങളെ വിശ്വസിപ്പിച്ച് രക്ഷിക്കാമെന്ന് പറഞ്ഞ് ഇത്രയും ദൂരത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് അവരുടെ കയ്യിലേക്ക് കൊടുക്കാനാണല്ലേ? അയാളുടെ ഷർട്ടിൽ അവൾ പിടിച്ചുലച്ചു. എന്റെ പൊന്നു മോളെ, നിന്നെ ഞാൻ ചതിക്കോ? ഫെട്ടി ഇവിടെ താമസം എന്ന് കേട്ടപ്പോ നിങ്ങൾ മിണ്ടരുത്. ഒരു പട്ടിയെ നിങ്ങൾക്കറിയില്ല. കള്ളം പറഞ്ഞതാ. നിങ്ങളെ ഞങ്ങൾ വിശ്വസിച്ചു പോയി. ദുഷ്ട. മേരി അയാളെ തല്ലി. ചാക്കോ നടക്കാൻ തുടങ്ങി. മേരി, പുറത്ത് കിടക്കാൻ വല്ല വഴിയുണ്ടോന്ന് നോക്ക്. ഇനി കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. ചാക്കോച്ചൻ മുന്നോട്ട് പോകല്ലേ. പലക മുഴുവനും പൊട്ടിപ്പൊളിഞ്ഞിരിക്കുക. ചാക്കോച്ചൻ താഴേക്ക് പോകും. കാലിൽ കിടന്ന ചെരുപ്പുകൾ ചാക്കോ കുനിഞ്ഞ് കയ്യിലെടുത്തു. നിലത്തിൽ തടിയാണുള്ളതെന്ന് അവന് മനസ്സിലായി. കാലുകൾ നീക്കി വച്ചപ്പോ ചില ഭാഗങ്ങൾ പൊട്ടി അടർന്നു പോയതായി അവന് മനസ്സിലായി. മേൽപ്പലകയുടെ അരികു പിടിച്ച് ജനലിനടുത്തെത്തി. കെട്ടിടത്തിന്റെ പിൻഭാഗമായിരുന്നു അത്. ജനൽപ്പാളികൾ അടർന്നു പോയിട്ടുണ്ട്. പുറത്ത് കാടാണെന്ന് അവൾക്ക് തോന്നി. ചുവരിലും മരങ്ങൾ വേരുപിടിച്ച് തലനീട്ടി നിൽപ്പുണ്ട്. അവർ തിരിച്ചെത്തുന്നതിന് മുമ്പ് രക്ഷപ്പെട്ടേ തീരുവെന്ന് അവൾ മനസ്സിലുറപ്പിച്ചു. ഹാൾ കടന്നപ്പോ വലതുവശത്തൊരു മുറിയായിരുന്നു. അതിന്റെ വാതിൽ കൊളുത്തു നീക്കി അവൾ തുറന്നു. ഒരു പഴയ കട്ടിലും തടിമേശയും ഏതാനും കസേരകളും അവിടെയുണ്ട്. മേശയിൽ ഒഴിഞ്ഞ മദ്യക്കുപ്പികളും പ്ലാസ്റ്റിക് കുപ്പികളും കണ്ടു. അലങ്കോലപ്പെട്ട നിലയിലായിരുന്നു ആ മുറി. അവൾ തിരിഞ്ഞപ്പോ റോഡിലേക്കുള്ള ജനൽ തള്ളി തുറക്കാനുള്ള ശ്രമത്തിലായിരുന്നു മണിച്ചാമി. അയാൾ എത്ര ശ്രമിച്ചിട്ടും ജനൽപ്പാളികൾ തുറക്കാനായില്ല. വാതിൽപ്പാളിയില്ലാത്ത മറ്റൊരു മുറി കൂടി മേരി കണ്ടു. മുകളിലെ മേൽക്കൂര തകർത്ത് ഏതു നിമിഷവും നിലം പൊത്തുന്ന നിലയിലായിരുന്നു ആ മുറി. മേരിയെ, ചാക്കോയുടെ വിളി കേട്ടപ്പോ അവൾ തിരിച്ചു വന്നു. പുറത്ത് കടക്കാൻ ഈ വഴിയേ ഉള്ളൂ ചാക്കോച്ച. നമ്മൾ എന്നാ ചെയ്യും മേരി? അവന്റെ ഒച്ച വിറച്ചു. ജനലഴിയിൽ പിടിച്ച് തളർന്നു നിന്ന മണിച്ചാമിയെ അവൾ ജ്വലിക്കുന്ന കണ്ണോടെ നോക്കി. അയാളോട് ചോദിക്ക്, അവര് വന്നിട്ട് അയാളെ പറഞ്ഞു വിടും. എന്നെ സംശയിക്കല്ലേ മോളെ. പറ്റിപ്പോയി.